ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയ്യും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഞാൻ പോയിരുന്നു. ഇരയിമ്മൻ തമ്പി നൽകും ശൃംഗാര പദലഹരി. ഇരയിമ്മൻ തമ്പി നൽകും ശൃംഗാര പദലഹരി ഇരു സ്വപ്നവേദികളിൽ അലിഞ്ഞു ചേർന്നു. കരളിലെ കളിത്തട്ടിൽ 60 തിരിയിട്ട കഥകളി വിളക്കുകളെരിഞ്ഞു നിന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കുടമാളൂർ സൈരന്ധ്രിയായി മാകുളം ബൃഹന്തളയായി ഹരിപ്പാട്ടു രാമകൃഷ്ണൻ വലലനായി ദുര്യോധന വേഷമിട്ടു ഗുരു ചെങ്ങന്നൂരു വന്നു. വാരണാസി തൻ ചെണ്ടയുണർന്നുയർന്നു. സങ്കൽപ്പങ്ങൾ പേരുകൾ തീർത്തരാവിൽ അർജുനനായി ഞാൻ അവളുത്തരയായി. 1000 സങ്കൽപ്പങ്ങൾ പേരുകൾ തീർത്തരാവിൽ അർജുനനായി ഞാൻ അവളുത്തരയായി. അതു കഴിഞ്ഞാട്ടവിള കണഞ്ഞു പോയി. എത്രയെത്ര അജ്ഞാതവാസമിന്നും തുടരുന്നു ഞാൻ. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയ്യും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഞാൻ പോയിരുന്നു. രാഹുൽ, കഴിഞ്ഞ പാട്ടിനിൽ ഇത് കുറച്ചുകൂടെ ടെൻഷൻ ഉണ്ടായിരുന്നു രാഹുലിന്. ടെൻഷൻ എന്തോ പാടി വന്നപ്പോ ചെറുതായിട്ട് ഒരു വെള്ളി വീണിടയ്ക്ക് ടെൻഷൻ അല്ലേ? ടെൻഷൻ അല്ല, അങ്ങനെ അത് പിടിച്ച് പാടണ്ടേ, അങ്ങനെ സാധാ പാട്ടല്ലാത്തോണ്ട് അതിന്റെ ഒരു. ഞാൻ ഒരു സാറ് വരുന്നു എന്നൊക്കെ പറഞ്ഞ ഇവിടെ പേടിപ്പിച്ചിരുത്തിയേക്കായിരുന്നു. പെട്ടെന്ന് വിളിച്ചപ്പോ ഞാനും ഒന്ന് പേടിച്ചു. ആണല്ലേ? ശരത് സാറൊക്കെ അവിടെ എണീറ്റ് നിന്നു. ചോദിക്കാം. ഓക്കെ ചേച്ചി. ക്യാപ്റ്റാ ചേച്ചി നന്നായിരുന്നു. താങ്ക് യു. ഒന്നാമത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട്, എപ്പോ കേട്ടാലും നമുക്കൊരു വല്ലാത്തൊരു വൈബാണ് ഈ പാട്ട്. നല്ല സെലക്ഷൻ. ഇതിന്റെ ഡീറ്റെയിൽസ് പറയും. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി സാറാണ്. പാടിയിരിക്കുന്നത് ദാസാറാണ്, കെ യേശുദാസ് സാറാണ്. ആണല്ലേ? അതെ, ദാസാറാണ്. അതായത് കെ ജെ യേശുദാസ് സാറാണ്. അതെ, അത് പറയാൻ പറ്റുമായിരുന്നു. ഡേഞ്ചർ ബിസ്ക്കറ്റ്സ് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. എന്തായാലും കഥകളിയൊക്കെ ഷർട്ടിലും പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. അത് ഇതിനായിട്ട് ചെയ്തതാണോ? അത് കഥകളി ബേസ് ചെയ്ത് എന്തെങ്കിലും കിട്ടുമോ നോക്കിയപ്പോ ജസ്റ്റ് ഒരു ഷർട്ട് ഉണ്ടായിരുന്നു, അതങ്ങ് എടുത്തു. വൈഫ് സ്പോൺസർ ചെയ്ത. വെരി ഗുഡ്, വെരി ഗുഡ്.
നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാനാ. നല്ല ഷർട്ട്, നല്ല ഭംഗിയാ കഥകളി കാണാൻ. ആഹാ, ഇനി പാട്ടിന്റെ കൂടെ വന്ന വിഷ്വൽസും ഗ്രാഫിക്സും എല്ലാം കൂടി അതിനൊരു മാറ്റ് കൂട്ടി. ബ്യൂട്ടിഫുൾ. പിന്നെ നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്ര പറയണ്ടല്ലോ. ആഹാ, മനോഹരം. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഉത്തരാ സ്വയംവരം. എപ്പോൾ ഇതിനടുത്ത് ദാസേട്ടൻ പാടിയ ഒരു ലൈവ് വീഡിയോ, അദ്ദേഹമൊക്കെ ലൈവിൽ പാടുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് ഭാവങ്ങൾ ഇങ്ങനെ വിടരും. ആഹാ, എന്തൊരു രസമാണ് കാണാനും. അദ്ദേഹം പാടുന്നത് മനോഹരമായ രീതിയിൽ പല പല സംഗതികൾ ഇട്ടിട്ട് അദ്ദേഹം പാടും. ശരിക്കും എനിക്ക് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ പാട്ട് പല്ലവി കേട്ടപ്പോൾ അതൊക്കെയാണ് ഓർമ്മ വന്നത്. ഞാൻ ഈ പാട്ട് കേട്ടപ്പോഴത്തേക്ക് ശരത്സോട് പറഞ്ഞു, സാർ എന്തൊരു രസമുള്ള പാട്ടാണ് ഇത്, നമ്മളിങ്ങനെ ഇരുന്ന് പാടിപ്പോവും, ഇത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണത്. പിന്നെ നസീർ സാർ അല്ലേ അഭിനയിക്കുന്നത്? നസീർ സാർ അത് അദ്ദേഹമാണ് പാടിയത് എന്നുള്ളത് നമുക്ക് തോന്നിപ്പോവും. അത്തരത്തിലുള്ള അഭിനയമാണ്. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ എന്തായാലും. അത് രാഹുൽ പാടുമ്പോ ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, രാഹുൽ അക്ഷരങ്ങൾ പറയുമ്പോ എന്നുള്ള അക്ഷരം പറയുമ്പോ അത് അതിനൊരു ഒരു തമിഴ് ഫ്ലേവർ കയറി വരുന്നുണ്ട് അതില്. അതൊന്ന് റെഡിയാക്കിയാലേ അതിനൊരു ചില നിന്നു എന്നുള്ള, അത് നായും അല്ല നൂയും അല്ല, അതിന്റെ ഇടയിലൊരു സംഭവം. അപ്പൊ ആ അക്ഷരം ഒന്ന് കറക്റ്റ് ചെയ്താല് നമുക്ക് ചില മലയാളി അല്ലാത്തൊരു ഫീലിംഗ് വരും. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇത് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആവായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം രാഹുലിന് നല്ല ശബ്ദമാണ്, ആ ഒരു നല്ല ഘനഗംഭീരമായ രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ അത് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആവായിരുന്നു. പാട്ടൊക്കെ നന്നായി പാടി, അതായത് പഠിച്ചതുപോലെ പാടി. അതിനകത്ത് രാഹുലിൻ്റെതായ ഒരു മാജിക് കൊണ്ടുവരാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഓക്കെ, അല്ലാതെ ആള് നല്ല ഒരു കോമ്പോസിഷൻ ആണ് എടുത്തത്, അത് നല്ല രീതിയിൽ പ്രസന്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സാർ. സാറേ നമസ്കാരം. സാറേ, ഉഗ്രം പാട്ട്, നല്ല ഐശ്വര്യമുള്ള പാട്ട്. അത് എടുത്തുകൊണ്ട് വന്നതിന് 175 മാർക്ക് കൊണ്ടുപോകും. എങ്ങനെയാ ചെയ്തു വെച്ചേക്കുന്നത്? അത് ഓരോ റൊമാൻസും ഉണ്ട്, എന്നാൽ നമ്മുടെ രാഗ സ്വഭാവവും ഉണ്ട്. കാരണം നമ്മളൊക്കെ ഈ രാഗ സ്വഭാവമൊക്കെ കൂടുതലുള്ളപ്പോൾ ഭക്തിയിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഏരിയയാണിത്. ഒരു ഹൈലി റൊമാൻറ്റിക് പാട്ടാണ്. അപ്പം അത് നന്നായിട്ട് പാടി. ഇപ്പൊ ഒരു കുറച്ചും കൂടെ കൂളാകാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കാഞ്ചന കസവുള്ള അതൊന്ന് പാടിക്ക് തരാമോ? കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ അങ്ങനെ ആവുകയും ചെയ്യരുത്. അങ്ങനെ അങ്ങനെ ആവുകയും ചെയ്യരുത്. പൂഞ്ചേലയുടുത്തവൾ അത് ഒരു ഓടായിട്ട് തോന്നരുത്. എന്നാ അത് സാധനം വേണം താനും. കേട്ട കാര്യം, ദക്ഷിണാമൂർത്തി സ്വാമി എന്നെ ഇത് നേരിട്ട് പാടി കേൾപ്പിച്ചിട്ടുണ്ട്. അതിനൊരു കഥയും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ ഈ നമുക്ക് വെള്ളി എന്ന് പറഞ്ഞാൽ അതൊന്ന് പാടാമോ? ശൃംഗാര പദലഹരി ഇരു സ്വപ്നവേദികളിലലിഞ്ഞു ചേർന്നു. നൈസ് നൈസ് നൈസ്. അപ്പൊ അതേ ഉള്ളൂ സാറേ. അപ്പൊ അത് ഈ ഒരു ഭയമില്ലായിരുന്നെങ്കിൽ കുറേയും കൂടെ നന്നായേനെ. കാര്യം നല്ല രസം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നല്ല ശബ്ദമാണ്. അപ്പൊ അതൊക്കെ സന്തോഷം കേട്ടോ. ഇപ്പൊ പറഞ്ഞപ്പോ വൃത്തിയായിട്ട് പാടുന്നുണ്ടല്ലോ. ഗുഡ്. താങ്ക് യു ശരത് സാർ. എന്തിനാണ് സാർ ഇത്രയും ടെൻഷൻ, ഈ പേടി എന്താണ്? സാർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൂടെ ധൈര്യം പകർന്നു കൊടുക്കേണ്ട ഒരാളല്ലേ. ഞാൻ പാടിയപ്പോ എന്തോ ഒരു വെപ്രാളം പറഞ്ഞു. ആ ഒരു വെപ്രാളം മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു വില്ലനായിട്ട് വന്നത്. പിന്നെ മറ്റേത് ആക്ച്വലി അത് വെള്ളി എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് എടറി എന്ന് പറയാം, അത്രേ ഉള്ളൂ. അങ്ങനെ വെള്ളി അങ്ങനെ ഒരു ഇതിലേക്കൊന്നും ചാടിയിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് എടറി, ദാറ്റ്സ് ഓക്കെ. ബാക്കി പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ശരത്തേട്ടനും മഞ്ജരിയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്കും ആകെ ഫീൽ ചെയ്തത് ആ ഒരു ചെറിയൊരു പ്രോബ്ലം, ആ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ആ ഒരു പേടിയോ എന്തോ ആ ഒരു ഫാക്ടർ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പിന്നെ സംഗതികൾക്കൊക്കെ കുറച്ച് റഷ് ഫീൽ ചെയ്തു. അതർവൈസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ സർ, മാർക്ക് ചോദിക്കാം. ശരത് സർ, എന്താ പാറു? രാഹുൽ സാറിന്റെ മാർക്ക്
രാഹുൽ സാറിന് ഇപ്പൊ എത്ര കൊടുക്കാനാണ്? എനിക്കൊരു അന്തവും കുന്തവും ഇല്ലാതായിപ്പോയി പാറും. സാർ എന്ത് ചെയ്യും നമ്മളിനി? ഒരു ചെറിയ ടാസ്ക് കൊടുത്താലോ? ആ എന്താ ഞാൻ മാർക്ക് പറയാം. ആ എന്താ കൊടുക്ക? അല്ല, ഇപ്പൊ ദാസേന്റെ പേര് പറഞ്ഞല്ലോ, KJ യേശുദാസ് എന്ന് പറഞ്ഞു. അതെന്താണ് KJ? അയ്യോ അതറിഞ്ഞു. KJ-യുടെ അതറിയില്ല സാർ. യേശുദാസ് എന്നറിയാമല്ലോ. ദാസേട്ടൻ നമ്മുടെ കാട്ടാശ്ശേരി ജോസഫ് യേശുദാസ്. ഓ അപ്പൊ എന്തൊക്കെയല്ല അത് പറയാതിരുന്നുകൊണ്ട് 8.6 മാർക്ക്. താങ്ക് യു സാർ. ഷാനിക്ക 8.6. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി രാഹുലിന്റെ മാർക്സ് ദാ സുരക്ഷിതമായി ഗാനക്കുളത്തിലേക്ക്. ഓക്കെ, സോ ടോട്ടൽ 17.2. ഓക്കെ.